സാർ നമസ്കാരം. നമസ്കാരം. 2026 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരമേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം കൈക്കൊണ്ട ക്യാബിനറ്റ് തീരുമാനത്തിൽ ഒന്നായിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിയ ആളുകളെ ഞങ്ങൾ മറക്കില്ല, ഞങ്ങളുടെ കുട്ടികൾ നേരിട്ട ദുര്യോഗം ഞങ്ങൾ മറക്കില്ല, കുട്ടികളുടെ രക്തം ചിന്തിയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നവകേരള യാത്രയോടനുബന്ധിച്ച് അതിൽ പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ച ആളുകൾക്കെതിരെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ച് തല തല്ലിപ്പൊളിച്ച കേസ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള 5 പോലീസുകാർ അനധികൃതമായി നിയമവിരുദ്ധമായി കരിങ്കൊടി കാണിച്ചവരെ തല തല്ലിപ്പൊളിച്ച കേസിൽ ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഷൗക്കത്ത് അലിയെ പോലുള്ള മിടുമിടുക്കന്മാരായുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഒരു SIT രൂപീകരിക്കുന്നു. SIT ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തീകരിക്കുന്നു. ഈ കേസിൽ കൃത്യമായി കോടതി പോലും ഇടപെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കോടതി തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നു, കൃത്യമായി നടപടിയെടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഭരണകാലത്ത് പൂഴ്ത്തിവെച്ചു. ആ റിപ്പോർട്ടിന്മേലാണ് പിന്നീട് തുടരന്വേഷണം വേണം എന്ന രീതിയിൽ വി.ഡി. സതീശൻ സർക്കാർ നടപടിയെടുക്കുന്നത്, ഓർഡർ ഇടുന്നത്, SIT രൂപീകരിക്കുന്നത്. SIT രൂപീകരിച്ചു. ഷൗക്കത്ത് അലിയെ പോലുള്ള മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് കൃത്യമായി അന്വേഷിക്കുന്നു. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ നവകേരള യാത്രയോടനുബന്ധിച്ച് രക്ഷാപ്രവർത്തനം ഒരു സെക്കൻഡ് ഇടപെട്ട് പറയുകയാണ്. തീർച്ചയായും താങ്കൾ ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അത് പിണറായി വിജയനാണ്. MR അജിത് കുമാറും ശിവശങ്കറും ഒക്കെ പറയുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയും ഉണ്ട്. അതെ, തീർച്ചയായും. അതായത് പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്നു ഇവരെല്ലാവരും. അതുകൊണ്ട് പിണറായി വിജയൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ADGP MR അജിത് കുമാർ ആ കേസ് ഡയറി, അതായത് രക്ഷാപ്രവർത്തനം നടത്തിയ കേസ് ഡയറി തിരുത്തിക്കുന്നതിന് വേണ്ടി കേസ് ഡയറി വിളിച്ചു വരുത്തുകയും തൻ്റെ കീഴിലുള്ള ചില ഗ്രേഡ് SIന്മാർക്ക് താൻ പറയുന്നത് പോലെ എഴുതിയാൽ മതി, തിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് കേസ്. ഇത് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഷൗക്കത്ത് അലി. പിന്നീട് DGP അതിൽ MR അജിത് കുമാറിൻ്റെ ഭാഗം വ്യക്തമല്ല, MR അജിത് കുമാറിന് ഈ കേസുമായുള്ള ബന്ധം എന്താണെന്നുള്ളത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് തിരിച്ചയക്കുന്നു. 2 ദിവസത്തിനകം ഷൗക്കത്ത് അലി സമ്പൂർണ്ണമായൊരു റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. DGP ആ റിപ്പോർട്ട് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ADGP MR അജിത് കുമാറിനോട് വിശദീകരണം ചോദിക്കുന്നു. അജിത് കുമാർ യാത്രയിലാണ് താൻ, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല, 21-ാം തീയതി താൻ വന്ന് കാണാം, റിപ്പോർട്ട് തരാമെന്ന് പറയുന്നു. അങ്ങനെ 21-ാം തീയതി അജിത് കുമാർ എത്തുന്നു, DGPക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. 6 ദിവസം കൊണ്ടാണ് ADGP MR അജിത് കുമാർ തനിക്ക് ഈ കേസുമായി ബന്ധം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തത്. DGP അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ എത്തും. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തും. തീർച്ചയായും ADGP MR അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കും. ഇതിനിടയിൽ നിർണായകമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. നിലവിൽ DGP ആയ റവാദ ചന്ദ്രശേഖരൻ വിരമിക്കുന്ന ഒഴിവിലേക്ക് ADGP ആയ MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. DGP ആരായിരിക്കണം എന്നുള്ള സ്ക്രീനിങ് കമ്മിറ്റി നടക്കുന്നതിനിടയിൽ അജിത് കുമാറിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അജിത് കുമാർ ഈ മൊഴി കൊടുക്കൽ നീട്ടിക്കൊണ്ടുപോയത്. എന്നാൽ കൃത്യമായി DGP അജിത് കുമാറിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി DGPയുടേത് കൂടിയുള്ള റിപ്പോർട്ട് അടക്കമാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്താൻ ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ കേവലം വകുപ്പ് തല നടപടിയിലേക്ക് ഇത് ഒതുങ്ങില്ല, സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ തീർച്ചയായും DGP മോഹം അജിത് കുമാറിൻ്റെ തെറിക്കും, തൊപ്പിയും തെറിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാ മുഖ്യമന്ത്രിമാരെയും എല്ലാ പോലീസ് ആഭ്യന്തരമന്ത്രിമാരെയും, പിണറായി വിജയനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ ബെഹ്റ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും നിലക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അജിത് കുമാറിന് പറ്റിയിട്ടുണ്ട്. എല്ലാ കക്ഷികളെയും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ പൂര ഇടപാടാണ് ഏറ്റവും കൂടുതൽ പ്രകടമായി RSSന് അനുകൂലമായി അജിത് കുമാർ വന്നു എന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസ്സുകാരെ തല്ലിയ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് തല്ലിയ കേസിൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ ആരൊക്കെ വരും? ഒരിക്കലും നമ്മൾ കോൺഗ്രസിൻ്റെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല, പക്ഷേ ശിക്ഷിക്കണം എന്നുള്ള വാശി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ശിക്ഷിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടായിരുന്നു.
രമേശ് ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് സമയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ രമേശിൻ്റെ മേശപ്പുറത്ത് എത്തിക്കാൻ പറഞ്ഞാൽ എത്തിക്കാത്ത ഒരു പോലീസ് സംവിധാനമാണോ ഇവിടെയുള്ളത്? രമേശ് ചെന്നിത്തല സാർ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. കാരണം എൻ്റെ മേശപ്പുറത്ത് ആ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി. അതിനുള്ള കഴിവ് രമേശിന് വേണം. ഒരു ആഭ്യന്തരമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിലെ ഒരു ഫയൽ തൻ്റെ മേശപ്പുറത്ത് എത്തിക്കാനുള്ള കഴിവ് ഉദ്ദേശിക്കുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ എത്തിക്കാനുള്ള കഴിവ് ഇപ്പോൾ സതീശനെ എതിർത്താൽ പോലും സതീശന് പോലും പരസ്യമായിട്ട് അങ്ങനെ എതിർക്കാൻ പറ്റില്ല. എത്തിക്കാനുള്ള കഴിവ് ആർക്ക് വേണം? ആഭ്യന്തരമന്ത്രിക്ക് വേണം. അല്ല, സമയബന്ധിതമായ കാര്യങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ജനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വെച്ച് താമസിക്കുന്നതിൻ്റെ അർത്ഥമില്ല. സതീശന് പരസ്യമായിട്ട് സതീശന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സതീശൻ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ പിള്ളേരാണ്, ഞങ്ങളെ തലൂര് വെറുതെ പിടിയില്ലെന്നുള്ള സതീശനാണ് പറഞ്ഞത്. ക്യാബിനറ്റിന്റെ ആദ്യത്തെ തീരുമാനമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നടപ്പാക്കാന്നുള്ള ഉത്തരവാദിത്തം രമേശിനേക്കാൾക്കുള്ള ഉത്തരവാദിത്തം സതീശനുണ്ട്. തീർച്ചയായും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എവിടെയാണ് കള്ളക്കളി നടന്നിരിക്കുന്നതെന്ന് അറിയണം. അതോ ഇവരെ രണ്ടുപേരെക്കാൾ മുകളിലുള്ള മറ്റ് നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടോ അറിയണം. അപ്പോൾ ഇത് അപ്പോൾ BJP നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടോ? സാർ ഇപ്പോൾ സാർ അത് എന്താണ് അതിലൂടെ ഒരു കാര്യം കൃത്യമായി ഒളിച്ചു കിടത്തിയിട്ടുണ്ട്. അതായത് VD സതീശനേക്കാൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയേക്കാൾ മുതിർന്ന നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് വേണമെന്നുണ്ടെങ്കിൽ AICC വക്താക്കൾ അല്ലെങ്കിൽ അതിനേക്കാൾ തലമുതിർന്ന നേതാക്കൾ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വരാം. ഇവിടെയാണ് ADGP MR അജിത് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലങ്ങളിൽ ഇടപെട്ട് നടത്തിയ ചില അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ADGP എന്ന രീതിയിൽ അദ്ദേഹത്തിന് മുൻപിൽ വന്ന ചില ഫയലുകൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പല വിഷയങ്ങളിലും നിർണായകമായ പല വസ്തുതകൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല സരിതയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളും നിർണായകമായ പല വിഷയങ്ങളും കേസ് ഡയറികളും ADGP MR അജിത് കുമാറിൻ്റെ കൈവശമുണ്ട്. അദ്ദേഹം അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ തന്നെ പല നേതാക്കന്മാരും അതിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ CPM എന്നോ വ്യത്യസ്തമില്ലാതെ പല മുതിർന്ന നേതാക്കളുടെയും പങ്കുകൾ സരിത ഉൾപ്പെടെയുള്ള പല ആളുകൾ പല രീതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കണ്ണടച്ചൊരു നടപടി ഒരുപക്ഷെ VD സതീശനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കോ സാധ്യമല്ല എന്നുള്ളൊരു നിലപാട് ഉണ്ടെങ്കിൽ തീർച്ചയായും സാറ് പറഞ്ഞ അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇവിടെ ഇപ്പം നമുക്കറിയേണ്ട ഒരു ഒറ്റ വിഷയമാണ് ADGP അജിത് കുമാറിനെതിരായിട്ട് നടപടി എടുക്കുകയോ ഇല്ലയോ, അല്ല എന്തുകൊണ്ട് എടുക്കണം നമുക്കൊന്നും നിർബന്ധിക്കാൻ പറ്റില്ല. റിപ്പോർട്ട് കിട്ടിയിട്ട് കൺവിൻസിംഗ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരോട് ബോധ്യപ്പെടുത്താൻ ആർക്ക് അവകാശമുണ്ട്? തീർച്ചയായും അതിൻ്റെ ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുണ്ട്. അലോഷ്യസ് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അങ്ങേരും കൂടെ അറിയേണ്ട കാര്യമാണ്. KSUവിൻ്റെ നേതാവാണ്, തല്ലുകൊണ്ടത് KSU യൂത്ത് കോൺഗ്രസ് കുട്ടികളുണ്ട്, ഇപ്പോഴത്തെ MLA ആയ AD തോമസ് ഉൾപ്പെടെയുള്ളല്ലോ ഉണ്ട്. അപ്പോൾ ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്ലീഡറെ ആരെങ്കിലും നിയമിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇത്തരം വിഷയങ്ങളാണ് അലോഷ്യസ് ഇവർ ഗൗരവത്തോടെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അലോഷ്യസിന് കിട്ടുമായിരുന്നു. സാർ പറഞ്ഞതിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചിട്ടുള്ള വൈകാരികമായൊരു വിഷയമാണ് ഈ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായൊരു നടപടി കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് UDFന് കോൺഗ്രസിനകത്ത് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നില വലിയ പരിങ്ങലിലാക്കും. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ VD സതീശൻ എടുത്ത ചില തീരുമാനങ്ങൾക്കെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാമെങ്കിൽ പോലും തീർച്ചയായും അത്തരം ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ VD സതീശന് ഇക്കാര്യത്തിൽ സുതാര്യമായൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി അത് വലിയ വെല്ലുവിളി ഉയർത്തും, പ്രതിസന്ധി ഉണ്ടാക്കും, VD സതീശനെ വെട്ടിലാക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ വേറൊരു അപകടം പതിയിരിക്കുന്നത്, നാളെ ഇന്ന് ഡൽഹിയിൽ പിള്ളേരെയും ചെറുപ്പക്കാരെ അടിച്ച് തകർക്കുന്ന, അവിടെയും തലപൊട്ടിയിരിക്കുക തന്നെയാണ്. ഒരു പെൺകുട്ടി ആശുപത്രി കിടപ്പുണ്ട്, ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്. ഇത് പിണറായി വിജയൻ്റെ പോലീസും അല്ല അജിത് കുമാറിൻ്റെ പോലീസ് എന്തെല്ലാമാണോ ഇവിടെ ചെയ്തത് അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡൽഹി ചെയ്യുന്നത്. അപ്പോൾ മോഡി SFIയുടെ നേതാക്കന്മാർ റഹീമിനെയൊക്കെ വിളിച്ചിട്ട് പറയാം, റഹീം ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ ചെയ്ത് ഞങ്ങൾ ഒരുമാതിരി നന്നായിട്ട് ചെയ്തു, കുറച്ചുകൂടെ വേണം ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. അത്തരം കണക്ഷൻ ഉള്ളപ്പം എങ്ങനെ അജിത് കുമാറിനെതിരായിട്ട് നടപടി എടുക്കും? അല്ല, തീർച്ചയായും ഇപ്പോൾ ഈ ഡൽഹിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നടക്കുന്ന ഇത്തരം ഈ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി SFIയുടെ പഠിപ്പ് മുടക്കിന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഇന്നലെ അവിടെ CJPയുടെ പ്രതിഷേധ പന്തലിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ, പ്രിയങ്ക ഗാന്ധിയും വിഷ്ണുനാഥും ഒക്കെ ഉള്ള കേരളത്തിലെ MP ഒക്കെ പങ്കെടുക്കുമ്പോൾ ആ പന്തലിലേക്ക് കർണാടക മുഖ്യമന്ത്രിയോടൊപ്പം
അല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പങ്കെടുത്ത ആ വേദിയിൽ കേരള മുഖ്യമന്ത്രി VD സതീശനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സമാനമായ രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടന്ന കേസിൽ, അതും തങ്ങളുടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടന്ന അതിക്രമത്തിൽ നടപടിയെടുക്കുന്നതിൽ ADGP കേസ് ഡയറി തിരുത്തി എന്നുള്ളൊരു SITയുടെ റിപ്പോർട്ട് വരുമ്പോൾ ആ ADGPക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ CJP അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ ഉണ്ടായ ഈ ലാത്തി ചാർജിനോട് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ജലന്ധർ മന്ദിറിൽ പോയി നിന്ന് നടത്തിയ പ്രതിഷേധങ്ങളെല്ലാം വൃഥാവിലാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊരു പ്രഹസനമായി പോലും ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ VD സതീശൻ നിർബന്ധിതനാകും എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയല്ലല്ലോ, നിർബന്ധിതനായിട്ടല്ലല്ലോ നടപടി എടുക്കേണ്ടത്, ജനുവനായിട്ട് നിയമം നടപ്പാക്കല്ലേ വേണ്ട. തീർച്ചയായും ധാർമ്മികമായൊരു ബാധ്യത അതിലുണ്ട്. കാരണം അവിടെ VD സതീശനാവുള്ളൂ. അതെ, അധാർമികമായൊരു പ്രവൃത്തി നടന്നിരിക്കുന്നു. അതിന് സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ നിയമ സംവിധാനം, അതായത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാർ കുറ്റകൃത്യം നടന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ആ കേസ് ഡയറി തിരുത്തുകയാണ് ചെയ്തത്. ഇതിവിടെ കേവലം യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയോ അല്ലെങ്കിൽ KSUവിനെതിരെയോ നടന്നൊരു നരനായാട്ട് മാത്രമല്ല, എതിർക്കുന്നവന്റെ ശബ്ദം, ഫ്രീ സ്പീച്ചിന് ഇടമുള്ളതാണ് നമ്മുടെ പൗരസ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അവിടെ വലിയ കൊടിയ നിയമരാഹിത്യമാണ് നടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പിള്ളേരെ തലതല്ലി ചതച്ചു എന്നുള്ളത് മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം. അത് നിയമപാലകരുടെ ഭാഗത്തു നിന്നും ആ ഡയറി തിരുത്തി എന്നുള്ളത് അതിലും വലിയ അക്ഷന്തവ്യമായ കുറ്റം. അത്തരം കുറ്റകൃത്യങ്ങളെ ഒരു കാരണവശാലും ജനാധിപത്യമോധമുള്ള നീതിബോധമുള്ള ഒരു സർക്കാരിന് ന്യായീകരിക്കാൻ സാധിക്കില്ല. നടപടിയെടുക്കേണ്ടത് ധാർമ്മികമായി തന്നെ ഉത്തരവാദിത്തമുണ്ട്. ഡൽഹി പോലീസ് ഉപദേശം ചോദിക്കും, അജിത് കുമാറിനോടും ഇവിടുത്തെ മന്ത്രിമാരോടൊക്കെ പിണറായി വിജയനോടൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഈ ഡയറിയൊക്കെ തിരുത്തി പോലീസുകാരൊന്ന് രക്ഷിക്കുന്നത്. ഡൽഹി പോലീസിന് ഉപദേശം കൊടുക്കാൻ ഇവിടുന്ന് വിളിക്കും വേണമെങ്കിൽ കൺസൾട്ടേഷൻ. എന്തായാലും ഈ കാര്യം, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രക്ഷാപ്രവർത്തനം, ADGP MR അജിത് കുമാറിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തനം ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ വ്യക്തമാക്കാൻ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ ഇവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ കൃത്യമായ നിയമപരമായ, അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും KSUക്കാർക്കുമെല്ലാം സ്വീകാര്യമായ നീതിയുക്തമായ നടപടി കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വലിയ വില കൊടുക്കേണ്ടതായി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.